ഞാനിപ്പോഴുള്ളത് സെക്രട്ടേറിയറ്റിലെ കണ്ടോൺമെൻറ്റ് ഗേറ്റിന് മുന്നിലാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് വലിയ നിയന്ത്രണങ്ങളായിരുന്നു മാധ്യമങ്ങൾക്ക് ഈ ഗേറ്റ് വഴി അകത്ത് കിടക്കാൻ ഉണ്ടായിരുന്നത്. അനുവാദം ലഭിച്ചാൽ മാത്രമേ അകത്തേക്ക് കയറാനുള്ള അനുമതി സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നുള്ളൂ. അന്ന് വലിയ വിമർശനമാണ് പ്രതിപക്ഷത്തായിരുന്ന UDF ഉയർത്തിയത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയിരുന്നത്. ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം മാധ്യമങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ആദ്യ ദിവസങ്ങളിൽ ഇതുവഴി മാധ്യമപ്രവർത്തകർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാതെ കടന്നുപോകാൻ കഴിയുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. കയറാൻ പറ്റില്ല ആണോ? കെ മുരളീധരൻ മിനിസ്റ്റർ പറയണോ അല്ലേ? ആണോ? നേരത്തെ പോലെ കയറി പോകാൻ പറ്റില്ല. കണ്ടോൺമെൻറ്റ് ഗേറ്റിന് പുറമെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന കവാടമായ നോർത്ത് ഗേറ്റ്, അത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് സമരഗേറ്റ് എന്നാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് എന്നും അടഞ്ഞുകിടന്ന പോലീസ് ബാരിക്കേഡ് തീർത്തിരുന്ന ഗേറ്റാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത് ആ സമരഗേറ്റ് പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി തിരികെ ഓഫീസിലെത്തി പോകുന്നതും അതുവഴിയായിരുന്നു. നോക്കാം ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്. നിലപാട് മാറിയിരിക്കുന്നു, പ്രഖ്യാപനങ്ങളുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ കയറിവാ മക്കളെ എന്ന് പറഞ്ഞ് തുറന്നിട്ട സമരഗേറ്റാണിത്. ആ ഗേറ്റും പൂട്ടിയിരിക്കുന്നു. സമരങ്ങളില്ല, സമരങ്ങളുടെ വേലിയേറ്റങ്ങളില്ല. പക്ഷേ 2 ദിവസം മുമ്പേ ഈ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. പിണറായി ഭരണകാലത്ത് മുൾക്കമ്പികൾ കൊണ്ട് തീർത്ത നിയന്ത്രണങ്ങളെല്ലാം മാറ്റി തുറന്നിട്ട ഗേറ്റുകളാണ് വീണ്ടും അതേ മുൾക്കമ്പികൾ കൊണ്ട് കെട്ടിയടക്കപ്പെടുന്നത്. അധികാരത്തിലെത്തി ദിവസങ്ങൾക്കകം നിലപാട് മാറ്റുകയാണോ VD സതീശൻ? സാദിഖ് പാറക്കലിനൊപ്പം വിജിൻ വായാന്തൂർ, മീഡിയ 1.